വടക്കൻ കേരളത്തിലെ കാസർഗോഡിന് തെക്ക് 16 കിലോമീറ്റർ അകലെയും അറബിക്കടലിൻ്റെ തീരത്തുമായി കൂറ്റൻ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നു. ലാറ്ററൈറ്റ് സ്ലാബുകൾ ഉപയോഗിച്ചും പോളിറോണൽ ആകൃതിയിൽ നിർമ്മിച്ച ഈ കോട്ട സമുദ്രനിരപ്പിൽ നിന്ന് 130 അടി ഉയരത്തിൽ 35 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഒരു ഹെഡ്ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ പീഫോളുകൾ ഘടിപ്പിച്ച ഒരു നിരീക്ഷണ ഗോപുരം, പ്രസിദ്ധമായ കൊത്തുപണികൾ, ആഞ്ജനേയ ക്ഷേത്രം, ലാറ്ററൈറ്റിൽ നിർമ്മിച്ച 2 തെയ്യശില്പങ്ങൾ എന്നിവ കോട്ടയുടെ പ്രധാന ആകർഷകങ്ങളാണ്. 300 വർഷം പഴക്കമുള്ള പ്രതിരോധ സംവിധാനം, ഏറ്റവും വലുതും നന്നായി സംരക്ഷിക്കപ്പെട്ടതുമായ കോട്ടയാണ് ബേക്കൽ കോട്ട. ഒരു കാലത്ത് പീരങ്കികൾ വെടിവെക്കാൻ ഉപയോഗിച്ചിരുന്ന കോട്ടയുടെ നിരീക്ഷണ ഗോപുരത്തിൽ നിന്ന് അറബിക്കടലിൻ്റെ വിസ്മയകരമായ കാഴ്ച നിങ്ങൾക്ക് ലഭിക്കും. മഹത്തായ ഭൂതകാലത്തിന് സാക്ഷ്യം വഹിക്കുവാനും വിസ്മയിപ്പിക്കുവാനും കോട്ടയുടെ ആകർഷകമായ ശക്തി ഒരു കൂട്ടം സഞ്ചാരികളെ കൊണ്ടുവരുന്നു. AD 1650 40 ഏക്കറിൽ നിർമ്മിച്ച 1,60,000 മീറ്റർ സ്ക്വയറിൽ വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. 1992 ഇന്ത്യ ബേക്കൽ കോട്ടയെ ഒരു പ്രത്യേക ടൂറിസം മേഖലയായി പ്രഖ്യാപിക്കുകയും 3 വർഷത്തിനു ശേഷം ബേക്കൽ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപീകരിക്കുകയും ചെയ്തു. മധൂർ ക്ഷേത്രം കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് മധൂർ ഗണപതി ക്ഷേത്രം. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം എന്ന മധൂർ ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ശിവൻ എന്നിരുന്നാലും മഹാഗണപതിക്ക് ക്ഷേത്രം പ്രസിദ്ധമാണ്. പുരാതന തുളുനാടിൻ്റെ 6 ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. യു ആകൃതിയിലുള്ള ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം ചെമ്പ് പൂശിയ മേൽക്കുരകളും മനോഹരമായ തടിശില്പമുള്ള 3 നിരകളുള്ള ഘടനയാണ്. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ചരിത്ര സംഭവങ്ങളെ നമസ്കാര മണ്ഡപത്തിൻ്റെ മേൽക്കുരയിലെ കൊത്തുപണികൾ കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നു. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെയും ക്ഷേത്രം തുറക്കുന്നതാണ്. കരീം ഫോറസ്റ്റ് പാർക്ക് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പട്ടണത്തിന് 23 കിലോമീറ്റർ കിഴക്കായി പരപ്പക്കടുത്തുള്ള പുലിയംകുളത്ത് സ്ഥിതി ചെയ്യുന്ന 32 ഏക്കർ സ്ഥലം കേരളത്തിലെ മനുഷ്യനിർമ്മിത വനമാണ്. വനസംരക്ഷണത്തിൻ്റെ ശ്രദ്ധേയമായ ഉദാഹരണമാണ് കരീം ഫോറസ്റ്റ് പാർക്ക്. കാസർഗോഡ് സ്വദേശിയായ കരീം ആണ് ഈ മഹത്തായ ഹരിത സംരക്ഷണത്തിന് പിന്നിൽ. പ്രകൃതി സ്നേഹികൾ, ശാസ്ത്രജ്ഞർ, പരിസ്ഥിതി പ്രവർത്തകർ, ആയുർവേദ വിദ്യാർത്ഥികൾ എന്നിവരുടെ ഇഷ്ടസ്ഥലമാണിത്. നിത്യഹരിതവനത്തിൻ്റെ പച്ചപ്പും ഔഷധമൂല്യമുള്ള നിരവധി സസ്യങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ ഈ സങ്കേതം പ്രകൃതി സ്നേഹികളുടെ പറുദീസയാണ്. എല്ലാ പ്രകൃതി വനങ്ങൾക്കും സമാനമായി ഈ പാർക്കിൽ ധാരാളം ഔഷധ സസ്യങ്ങൾ, മറ്റ് സസ്യജന്തുജാലങ്ങൾ എന്നിവ നിറഞ്ഞതാകുന്നു. അസംഖ്യം പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും ഇത് അഭയം നൽകുന്നു. പരപ്പ വന്യജീവി സങ്കേതം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിന് 25 കിലോമീറ്റർ അകലെയായി പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ പരപ്പ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നു. കടലാമ, മലബാർ ഹോൺബിൽ, ജംഗിൾ ക്യാറ്റ് എന്നിങ്ങനെ നിരവധി വന്യജീവികൾക്ക് ഇത് സ്വാഭാവിക ആവാസ വ്യവസ്ഥ നൽകുന്നു. നിത്യഹരിതവനത്തിൻ്റെ പച്ചപ്പും ഔഷധമൂല്യമുള്ള നിരവധി സസ്യങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ ഈ സങ്കേതം പ്രകൃതി സ്നേഹികളുടെ പറുദീസയാണ്. മൈപ്പാടി പാലസ് കാസർഗോഡ് പട്ടണത്തിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള പുരാതന കെട്ടിടമാണ് മൈപ്പാടി പാലസ്. ഈ ജനപ്രിയ സ്ഥലം കുംഭാല രാജാക്കന്മാരുടേതാണ്.
മൈപ്പാടി കൊട്ടാരത്തിന് ഏകദേശം 200 വർഷത്തെ ചരിത്രമുണ്ട്. കാസർഗോഡ് പട്ടണത്തിൽ നിന്നും ഈ കൊട്ടാരത്തിലേക്ക് എത്താൻ പതിവ് ബസ്സുകൾ ലഭ്യമാണ്. കൊട്ടാരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന മധൂർ വില്ലേജും വിനോദസഞ്ചാരികൾക്കിടയിൽ ഒരു പ്രധാന സ്ഥലമാണ്. ചന്ദ്രഗിരിക്കോട്ട 17-ാം നൂറ്റാണ്ടിൽ ബദാനൂരിലെ ശിവപ്പ നായിക് പണി കഴിപ്പിച്ച ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡിന് തെക്ക് കിഴക്കായി ചന്ദ്രഗിരി നദിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. നദിയുടെയും അറബിക്കടലിൻ്റെയും ആനന്ദകരമായ കാഴ്ച നൽകുന്ന ചന്ദ്രഗിരിക്കോട്ട സൂര്യാസ്തമയം കാണാനുള്ള മനോഹര സ്ഥലമാണ്.